Watch India's largest kids library only on Jio Hotstar. Download the app now. ഇപ്രാവശ്യം ഞാൻ എന്ത് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും ആലോചിക്കുകയല്ലേ? പറയാം പക്ഷേ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടോ. എന്റെ ക്രിമിനൽ ബുദ്ധിയിൽ ഒരു സൂപ്പർ ആയിട്ടുള്ള ഐഡിയ വന്നിട്ടുണ്ടോ. ഉറങ്ങുമോട്ടു, ഇതൊന്നും സത്യമല്ല, ഇതൊക്കെ സ്വപ്നമാണ്. ഞാനൊന്നും നിന്റെ വീട്ടിലല്ല. സ്ലീപ് ബേബി. പിന്നെ ഞാൻ നീ ഉറങ്ങുന്നതിന് മുന്നേ നിനക്ക് ഡൈപ്പർ ഇട്ട് തരാം. ഉറങ്ങ്. ജോണേ, നീ ഇപ്പോഴൊക്കെ സ്വപ്നത്തിലും വരാൻ തുടങ്ങിയോ? എന്നാ സ്വപ്നത്തിൽ ഈ ഒരു പഞ്ചു ഇരിക്കട്ടെ നിനക്ക്. അതെ, കണ്ടില്ലേ? മോട്ടു ദ ഡൈപ്പർ മാൻ. ഈ ഡൈപ്പറിനെ വൈറസ് സ്പെഷ്യൽ ആയിട്ട് റെഡിയാക്കിയതാണ്. അതുകൊണ്ട് മോട്ടു എന്ത് ചെയ്താലും ശരി, ഇതിനെ മാത്രം അഴിക്കാൻ പറ്റില്ല. എന്റെ മോട്ടോ. ബോക്സർ ചേട്ടാ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇന്ന് ബോക്സിംഗ് പ്രാക്ടീസിന്റെ കൂടെ ലാഫർ തെറാപ്പിയും ചെയ്യുന്നുണ്ടെന്നാണല്ലോ. വളരെ നല്ലതാണ്. ചിരിക്കുന്നത് ശരീരാരോഗ്യത്തിന് വളരെ നല്ലതാണ്. ചിരിച്ചോളൂ. മോട്ടു, നീ എന്റെ ആരോഗ്യത്തിനെ കുറിച്ച് സംസാരിക്കരുത്. ഞാൻ എപ്പോഴും ഫിറ്റ് ആണ്. ദേ കണ്ടില്ലേ? അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്താ സംഭവിച്ചത്? നീ എന്താണ് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുന്നത്? ഞാൻ എന്ത് ധരിച്ചു എന്നാ പറയുന്നത്? എനിക്കിതാരാണ് ഇട്ട് തന്നത്? അതെ മോട്ടു, ഒരു മിനിറ്റ് നിക്ക്, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ. നിക്ക്, ഇതേപോലെ ഡയപ്പർ മാന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ നല്ല ഫേമസ് ആവും. കുറെ ലൈക്കും കമന്റും കിട്ടുന്നേ. നിക്ക്, ഒരേ ഒരു ക്ലിക്ക് ചെയ്യട്ടെ. ഫോട്ടോ വേണ്ട, ഇങ്ങനെ ഒരിക്കലും എന്നെ ഫോട്ടോ എടുക്കരുത് പ്ലീസ്. ബോക്സർ ചേട്ടാ പ്ലീസ്. അതെ മോട്ടു, നീ എന്തിനാ ഈ ഡയപ്പർ ഇട്ടോണ്ട് നടക്കുന്നേ? ഈ ഡയപ്പറിൽ നിന്നെ കാണുമ്പോ എന്റെ പത്ലു എന്നെ കളിയാക്കി ചിരിക്കുന്നത് നിർത്തിയിട്ട് ആ ബോക്സർ ചേട്ടൻ എന്നെ ഫോട്ടോ എടുക്കുന്ന നിർത്താൻ നോക്ക്. ഈ ഫോട്ടോ എങ്ങാനും സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും പിന്നെ എന്നെ കളിയാക്കി ചിരിക്കും. വേണ്ടാന്ന് പറ. അതെ, ഞാൻ എന്തായാലും ഫോട്ടോ എടുത്തിട്ട് തന്നെ കാര്യം. പത്ലു മുമ്പിൽ നിന്ന് മാറ്. ഞാൻ മോട്ടുവിനെ ഒരേ ഒരു ഫോട്ടോ എടുത്തോട്ടെ. മാറ്, ഒരൊറ്റ ഫോട്ടോ ഞാൻ അങ്ങ് എടുത്തോട്ടെ. പത്ലു മാറല്ലേ പറഞ്ഞത്. പത്ലു മാറ്. മോട്ടു താനെ കൂടെ പോകുന്നത്. ഇത് കണ്ടോ, ഇത്രയും വലുതായിട്ടും ഇപ്പോഴും ഡയപ്പർ ഇട്ടോണ്ടിരിക്കുന്നു. മിണ്ടിപ്പോവരുത്. അതെ മോട്ടു, ആരാണ് നിന്നെ ഈ ഡയപ്പർ ഇടിവിച്ചത്? ആരാന്ന് അറിയില്ല പത്ലു, പക്ഷെ ഇത് ഊരി മാറ്റാൻ പറ്റുന്നില്ലല്ലോ. ഇത് പറ്റിപ്പിടിച്ച് നിൽക്കുകയാണല്ലോ. ഇങ്ങോട്ട് വാ, ഞാൻ ഇപ്പൊ തന്നെ അത് നിനക്ക് ചേഞ്ച് ചെയ്ത് തരാം. ജോണകൻ പോകുന്നു. മോട്ടുവിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എന്റെ സന്തോഷം അളവില്ലാതെ അധികമായിരിക്കുന്നടാ. ഇപ്പോഴല്ലേ മോട്ടു പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അവൻ പാതാളത്തിൽ പോയി ഒളിച്ചിരിക്കും. അല്ല മോട്ടു, നിങ്ങൾ എന്ന് മുതലാണ് ഈ ലുങ്കി ഉടുക്കാൻ തുടങ്ങിയ? ഇന്നെനിക്ക് പെട്ടെന്ന് ലുങ്കി ഉടുക്കണമെന്ന് തോന്നി, ഞാൻ ലുങ്കി ഉടുത്തു. നമുക്ക് പിന്നീട് കാണാം, ഓക്കേ? ആഹാ, കുറച്ച് സമോസ കഴിച്ചിട്ട് പോ. നല്ല ഒന്നാം തരം ചൂടുള്ള സമോസയാണ് ഉണ്ടാക്കിയിരിക്കണേ. അതെ, സമൂസ നല്ല മണം.
നിങ്ങൾ രണ്ടുപേരിൽ ആര് മോട്ടുവിന്റെ ലുങ്കി അയച്ചു കൊണ്ടുവന്ന് എന്റെ അടുത്ത് തരുന്നുവോ? ഞാൻ 100 രൂപ തരും. വേഗം വലിക്ക്. വേണ്ട. ഈ ലുങ്കി കിട്ടിയാൽ എന്റെ നമുക്ക് ലുങ്കി കാര്യം തിരിച്ചു പോരെ. താ. എന്റെ ലുങ്കി തിരിച്ചു താ. അത് ശരി, ഇതായിരുന്നു ലുങ്കിയുടെ രഹസ്യം അല്ലേ? ഇത്രയും വലിയ ആളായിട്ടും ഡയപ്പർ ഇട്ടോണ്ടിരിക്കുകയാണോ നീ? പത്തലു, നീ എന്താ ഈ രഹസ്യം ആരോടും പറയായിരുന്നത്? ഇത് പുതിയ ഫാഷൻ മറ്റോ ആണോ? ഒരു മിനിറ്റ്, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ. ഇതുപോലത്തുള്ള കാഴ്ചകൾ ഒരിക്കലും കിട്ടില്ല പിന്നെ. എന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കരുത്. ആ ഫോട്ടോ എടുക്കുവേട്ടാ, ഫോട്ടോ എടുക്കാം. മോട്ടു, എല്ലാവർക്കും ഈ കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വേണ്ടി ഒരു പോസ് ചെയ്യ്. ഒരൊറ്റ ഫോട്ടോ എടുത്തോളാം. ഒരെണ്ണം മതി. ഒരു ഫോട്ടോ പ്ലീസ്. അല്ല, എവിടെ ഒളിച്ചിരിക്കണേ? വേണ്ട. രക്ഷിക്കണേ. അല്ല, എന്തിനാ ഈ ഓടണേ? വലിയേട്ടാ, വലിയേട്ടാ, രക്ഷിക്കൂ പ്ലീസ്. പൊളിച്ചടത്തല്ല മോട്ടത് എന്താണ് വേഷം? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ മോട്ടോ ഡയപ്പർ ഇട്ടിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എന്റെ സയൻസിന്റെ മേലെ സത്യമായിട്ടും മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, നിന്നെ കാണാൻ വളരെ ഫണ്ണി ആയിട്ടുണ്ട്. അതെ, വലിയേട്ടാ, ഞാൻ നിങ്ങളോട് സഹായം ചോദിക്കുകയാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും നിന്ന് ചിരിക്കുകയാണല്ലേ? ഇന്നാ 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 മിണ്ടിപ്പോവരുത്. മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, വേണ്ട വേണ്ട. എന്റെ സുഹൃത്തെ, എന്റെ ചങ്ക എന്റെ ബ്രോ, ഞങ്ങളുടെ ബോഡി ഇതിന് മേലെ താങ്ങില്ല. അതെ. ഓ വലിയേട്ടാ, ഈ ഡൈപ്പറിനെ എങ്ങനെയാണൊന്ന് അഴിച്ചു മാറ്റുക? എന്നെ ഒന്ന് സഹായിക്കൂ. അറിയില്ല ഇത് ആരാണ് എനിക്ക് ഇടിച്ചു തന്നതെന്ന്. മോട്ടു, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. രാത്രി ഉറങ്ങിയതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന്. നീ ഉറങ്ങുന്നത് വരെ ഡയപ്പർ ഇട്ടിട്ടില്ലായിരുന്നല്ലോ, അല്ലേ? എന്റെ സ്വപ്നത്തിൽ ജോണ് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു ഇത് സ്വപ്നമാണെന്ന്. അപ്പൊ ഞാന് ഒരു ചെറിയ കുട്ടിയുമായിരുന്നു. അവൻ എനിക്ക് ഡൈപ്പർ ഇട്ട് തന്നു. ഒരു കഥയും കൂടെ പറഞ്ഞായിരുന്നു. എന്ത് കഥയായിരുന്നു? എന്നാൽ അത് സ്വപ്നമല്ല മോട്ടു. ജോൺ ശരിക്കും ഇവിടെ വന്ന് നിന്നെ ഡയപ്പർ ഇടിവിച്ചിട്ട് പോയിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലായത്. വേഗം കഥ തുറക്ക്. മോട്ടുവിന്റെ ഫോട്ടോ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാനുള്ളതാണ്. വേഗം. ഐഡിയ. അപ്പുറത്തെ വാതിലിൽ കൂടെ നമുക്ക് പുറത്തേക്ക് പോവാം. അങ്ങോട്ട് നോക്കൂ, അവന്മാർ അതുവഴി പോകുന്നു. പത്ലു, തലനാരിഴയ്ക്കാ നമ്മള് രക്ഷപ്പെട്ടത്. അങ്ങോട്ട് നോക്കൂ. വലിയേട്ടാ, എന്തെങ്കിലും ചെയ്യൂ. ചേട്ടാ മോട്ടു എന്റെ ചങ്ക എന്റെ ബ്രോ, ഒരു മിനിറ്റ് നിക്ക്. ഞാൻ എന്റെ കാറിനെ ഓട്ടോമാറ്റിക് മോഡിൽ ഇടട്ടെ. ഇപ്പോൾ നീ പുറകോട്ട് തിരിയ്. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഇപ്പോൾ നോക്ക്, നിന്റെ ഡൈപ്പർ കയ്യിൽ വരും. ഈ 2 സ്പ്രേയും നീ നിന്റെ അടുത്ത് വെച്ചോ. ഒരു സ്പ്രേ അടിച്ചാ ഡയപ്പർ ഊരാൻ പറ്റും, മറ്റൊരു സ്പ്രേ അടിച്ചാ ഡയപ്പർ ഒട്ടി നിൽക്കും. ഇപ്പോൾ നീ ആർക്കെങ്കിലും ഈ ഡയപ്പർ ഇട്ടിട്ട് ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെ കൊണ്ടും അത് അഴിക്കാൻ കഴിയില്ല. അതെ. താങ്ക് യു വലിയേട്ടാ. ഇനി വരൂ, ജോണിന് ചെന്ന് നല്ലോണം അടിക്കണം. ഇല്ല, നമ്മൾ അവനെ അടിക്കില്ല. അവന് നമുക്കൊരു നല്ല മറുപടി കൊടുക്കാം. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് മറുപടി കൊടുക്കാൻ നമുക്കൊരു മാർഗവും ഇല്ലല്ലോ പത്ലു. ഓട്ടോ, ഇതൊന്നും ശരിക്ക് പറയുന്ന കാര്യങ്ങളല്ല. ഇതൊരു പഴഞ്ചൊല് മാത്രമാണ്. എന്റെ ജോണ്, നിനക്ക് വലിയൊരു മനസ്സാണ്. എന്നോടുള്ള ശത്രുതയൊക്കെ മറന്ന് എന്നെ നീ കൂട്ടുകാരനാക്കൂ. മാത്രമല്ല, എനിക്കറിയില്ല ഈ ഡൈപ്പർ ആരാ എനിക്ക് ഇട്ട് തന്നെന്ന്. ഒരുപാട് ശ്രമിച്ചിട്ട് എനിക്കിത് ഊരി മാറ്റാൻ പറ്റുന്നില്ല. ഫുർഫുറി നഗരത്തിലുള്ള ജനങ്ങളൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും എന്നെ ഫോട്ടോ എടുത്ത് കളഞ്ഞേ. പ്ലീസ് എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കൂ. പ്ലീസ് ജോൺ. മോട്ടു, നീ എന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ സുഹൃത്തിനെ കൊണ്ട് ചെയ്യാനാവുന്ന ഹെൽപ്പ് ഒക്കെ ഞാൻ ചെയ്തു തരും. ശരി, വാ, നീ എന്റെ വാനിൽ ഒളിഞ്ഞോ. ഹലോ, സംസാരിക്കുന്ന TV ചാനലല്ലേ? ഹലോ, പ്രസ് റിപ്പോർട്ടർ അല്ലേ? നിങ്ങള് എത്രയും പെട്ടെന്ന് ജോൺ ദ ഡോണിന്റെ വീട്ടിലേക്ക് വരണം. മോട്ടു എന്ന ഡയപ്പർമാൻ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വരൂ. ജോൺ,
ഇന്നലെ രാത്രി ഞാൻ കണ്ട സ്വപ്നത്തിൽ നീ എന്റെ അടുത്ത് വന്ന് എനിക്ക് ഡൈപ്പർ ഇട്ട് തരുന്നത് പോലെ ആയിരുന്നു. ഇനിയിപ്പം നിനക്ക് എന്താ പറയാനുള്ളത് ജോണ്? മോട്ടു മോട്ടു വേണ്ട മോട്ടു, പ്ലീസ് എന്നെ വിട്ടേക്ക് മോട്ടു, എന്നെ തള്ളല്ലേ മോട്ടു, വിട്ടേക്ക് മോട്ടു, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല മോട്ടു, പ്ലീസ് എന്നെ വിട്ടേക്ക്, എന്നെ തള്ളല്ലേ മോട്ടു, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. കൂട്ടുകാരെ റെഡിയാണ്, ജോൺ ദ ഡൈപ്പർ മാൻ. വേണ്ട വേണ്ട പ്ലീസ്, വേണ്ട പ്ലീസ്, എന്റെ ഫോട്ടോ എടുക്കല്ലേ പ്ലീസ്, എന്റെ ഫോട്ടോ എടുക്കല്ലേ, എനിക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടല്ല, എന്റെ വാനം കപ്പല് കേറിയല്ലോ, എന്നെ വിട്ടേക്ക്, വേണ്ട. Watch India's largest kids library only on Geo Hotstar. Download the app now.